പുല്ലുമേട്ടിലും സമാന രീതിയിൽ ജനങ്ങൾ തമ്പടിച്ചിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പുല്ലുമേടും. വള്ളക്കടവിൽ നിന്നും ഭക്തർ പുല്ലുമേട്ടിലേക്ക് നീങ്ങിത്തുടങ്ങി. 2 മണിവരെ മാത്രമേ വള്ളക്കടവ് വഴി പുല്ലുമേട്ടിലേക്ക് ഭക്തരെ കടത്തി വിടുകയുള്ളൂ എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മകരവിളക്ക് ദർശനത്തിന് ശേഷം ഭക്തരെ തിരികെ സന്നിധാനത്തേക്ക് കടത്തി വിടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വിപുലമായ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട്. സുബിൻ തോമസ് അവിടെ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടെ കാണാം. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുല്ലുമേട്ടിലേക്കും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 9 മണി മുതൽ തന്നെ വണ്ടിപ്പെരിയാറ്റിൽ നിന്നും പുല്ലുമേട്ടിലേക്ക് ആളുകളെ കടത്തിവിട്ടു തുടങ്ങി. പ്രധാനമായും വള്ളക്കടവ് കോഴിക്കാനം എത്തിയ ശേഷം 14 കിലോമീറ്ററോളം കാൽനടയായി വേണം പുല്ലുമേട്ടിലേക്ക് എത്താൻ. അതുകൊണ്ട് രാവിലെ മുതൽ തന്നെ അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക്, ഈ മകരവിളക്ക് ദർശനത്തിനായി പോകുന്നതിന് വേണ്ടി വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം 6000-ഓളം പേരാണ് മകരവിളക്ക് ദർശനത്തിനായി പുല്ലുമേട്ടിലെത്തിയത്. ഈ പുല്ലുമേട് ദുരന്തത്തിന് ശേഷം ഈ പുല്ലുമേട്ടിലെത്തുന്ന അല്ലെങ്കിൽ ഈ മകരവിളക്ക് കാണാനെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ക്രമാതീതമായൊരു കുറവ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അതിന് വിപരീതമായി മുൻവർഷങ്ങളിൽ അപേക്ഷിച്ച് കൂടുതൽ തിരക്കുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഏകദേശം 15,000-നും 25,000-നും ഇടയിൽ ആളുകൾ ഈ പുല്ലുമേട്ടിലേക്ക് ഇത്തവണ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഉതകുന്ന ക്രമീകരണങ്ങളാണ് നിലവിലിപ്പോൾ പുല്ലുമേട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും 1400-ഓളം പോലീസുകാരുടെ സേവനമാണ് പുല്ലുമേട്ടിൽ ലഭ്യമാക്കുക. അതിനായി പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിലവിൽ പുല്ലുമേട്ടിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ രാവിലെ 9 മണി മുതൽ തന്നെ KSRTC ബസ്സുകളും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കുമളിയിൽ നിന്ന് വണ്ടിപ്പെരിയാർ എത്തിയ ശേഷം വണ്ടിപ്പെരിയാറിൽ നിന്നും വള്ളക്കടവ് വഴി കോഴിക്കാനം വരെയാണ് ഈ KSRTC ബസ് സർവീസ് നടത്തുക. 65ഓളം ബസ്സുകളാണ് ഈ പുല്ലുമേട്ടിലേക്ക് ഭക്തരെ എത്തിക്കുന്നതിന് വേണ്ടി 65ഓളം KSRTC ബസ്സുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. തിരികെ ഈ മകരവിളക്ക് ദർശനത്തിന് ശേഷം തിരികെ ഇറങ്ങുമ്പോഴും ഈ ബസ്സുകൾ ഇവരെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി KSRTC ബസ്സുകളുടെ സേവനവും ലഭ്യമാക്കും. കൂടാതെ ഈ 14 കിലോമീറ്റർ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഈ പോകുന്ന വഴികളിലെല്ലാം തന്നെ വെളിച്ച സംവിധാനവും അതുപോലെ തന്നെ കുടിവെള്ളവും ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ കിലോമീറ്റർ ഇടവിട്ടാണ് ഈ ഒരു കുടിവെള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ മെഡിക്കൽ ടീമിൻ്റെയും ആംബുലൻസിൻ്റെയും സേവനം, അതും ഈ ഓരോ 2 കിലോമീറ്റർ ഇടവിട്ട് ഈ ഒരു സേവനവും ലഭ്യമാക്കും. അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പുല്ലുമേട്ടിലെത്തിയാലും ഭക്തർക്ക് സുഗമമായി തന്നെ ഈ ഒരു മകരവിളക്ക് ദർശനം കാണുന്നതിന് വേണ്ട ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട്, വലിയ ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു. ഇനിയിപ്പോൾ അത്തരത്തിൽ ഒരു അഭൂതപൂർവമായ തിരക്ക് ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ഭക്തർ ഈ പുല്ലുമേട്ടിലേക്ക് എത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ തിരക്ക് ഈ പുല്ലുമേട്ടിലേക്ക് ഈ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ വലിയ നിയന്ത്രണങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഈ ഒരു പാതയിലേക്ക് അല്ലെങ്കിൽ പുല്ലുമേട്ടിലേക്ക് എത്താൻ ഈ ഒരു പാത തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിനായി പുല്ലുമേടും ഒരുങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതാനും മണിക്കൂറുകൾക്കകം സന്നിധാനത്തെന്നോണം തന്നെ പുല്ലുമേടും ഭക്തിസാന്ദ്രമാകുന്ന നിമിഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്.